എത്ര സമയമായി കാത്തിക്കുന്നേ? മീൻ കൊണ്ടുവരുമോമ്മപ്പാ? കാണുന്നേ ഇല്ലല്ലോ. ഈ ചീര അരിയട്ട്, നീ ഇത് അരിഞ്ഞിട്ട് പറയുമോമ്മ? ഇതാറ്റ് അരിഞ്ഞിട്ട് ഒരു കൂട്ടാൻ വെക്കാം. മീൻ വരുന്നുണ്ടോ വരട്ടെ. ഇതിന് അരി വറ്റലായി പൊന്നിച്ച് പൊന്നിച്ച് വെച്ചിട്ട് എന്ത് കാര്യം? ഇത്രയും വേണ്ട, നല്ലൊരു കറിയാവും. വീട്ടിൽ നിന്ന് ഇത് മുമ്പ് അമ്മയിലും ഉണ്ടാക്കുന്ന കറിയാണ്. പരമാവധി ചെറുങ്ങനെ അരിയണം. ഓളൊന്നും കറി വെക്കനായോ? കൊട്ടായി 2 ഇല്ലും നീ കഴിഞ്ഞതൊന്നും ഓളറിയില്ലല്ലോ. ഒന്ന് മണത്തിക്കാൻ വേണ്ടി വാങ്ങിയതാ. കറി വെക്കലായ? അല്ല, നിങ്ങൾ എത്ര സമയം ഞാൻ കാത്തിക്കുന്നു? കൊറേ സമയം കാത്തിക്കുന്നു. ഞാൻ 2 ചീര അരിഞ്ഞു കറി വെക്കാൻ. ഓ, ഞാനാണ് നമുക്ക് മീൻ കഴിഞ്ഞെ. എന്നിട്ട് ആ ചേച്ചി അവർക്ക് എടുത്ത് വെച്ച മീൻ 2 എടുത്ത് തന്നെയാവും. അയിലാണ്. ഏതായാലും ഇത് മുറിച്ചിട്ടാക്കിക്കോ. ഒന്നുമില്ലെങ്കിൽ മീൻ്റെ ഒരു മണം കിട്ടൂലേ? മതി ഇന്ന. എന്നാ പിന്നെ എന്തിനു നിങ്ങൾ വാങ്ങി അവര് കൊണ്ടുപോയി കൊട്ടില്ലേ? നിങ്ങൾ കൊതി കൊണ്ടായിരിക്കും അവര് 2 എടുത്ത് വന്നിട്ടുണ്ടാവും. ഓ, അല്ലെങ്കിൽ നീ അങ്ങനെ പറയൂ. എന്റെ കൊതി കൊണ്ടെന്നല്ല, ഞാൻ സ്ഥിരം പോയി വാങ്ങുന്നല്ലേ. എന്നെ മടക്കാൻ കഴിയ വെച്ച് തന്നതാണ്. 2 ഇല്ലും, അതുകൊണ്ട് നിനക്ക് എളുപ്പമായില്ലേ മുറിക്കാൻ. വേഗം മുറിച്ചോ. ഓ, മീൻ 2 10 മുറിക്കലും കണക്കാണ്. അപ്പോൾ നമ്മുടെ ചീരയിലും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ കറിയാക്കാനുള്ള ഏർപ്പാടിലാണ്. അല്ലാതെ പുറത്ത് അടുപ്പിലാണ് ഇപ്പം തീ പരിച്ചതാ അല്ലേ? കാണുന്നല്ലുണ്ട്. ഇരുട്ടായോണ്ടാണ് അല്ലേ? അങ്ങനെ നമ്മുടെ അടുപ്പിലേക്ക് ചട്ടി വെച്ച് കൊടുക്കുക. നമ്മുടെ ചീരക്കറി ആക്കാൻ വേണ്ടിയിട്ട്. ചീരക്കറി അല്ലേ? ചൂടായ ചട്ടി. അപ്പോൾ നമ്മുടെ ചീരക്കറിയിലേക്ക് ചേർക്കുന്ന ചേരുവകൾ കാണിച്ചു തരാം. നമ്മുടെ ചെറിയ ഉള്ളി അല്ലേ? ചെറിയ ഉള്ളി അരിഞ്ഞതുണ്ട്. പിന്നെ നമ്മുടെ കാന്താരി മുളകുണ്ട്. പിന്നെ തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം. അരപ്പിനൊപ്പം ചേർക്കാൻ വേണ്ടി കുറച്ച് ചെറിയ ഉള്ളി അല്ലേ? അപ്പോൾ നമ്മുടെ ചീര ആദ്യം നമുക്ക് റെഡിയാക്കിയിട്ട് അരപ്പ് തയ്യാറാക്കാം അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഭയങ്കരമായി തീ കത്തുന്നുണ്ടേ. തീ കുറക്ക്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മുടെ ചീര ഇട്ട് കൊടുക്കുക. നമ്മുടെ പച്ച ചീര. അപ്പോൾ നമ്മുടെ ചീര ഒന്ന് വാടി വരട്ടെ. അപ്പോൾ നമ്മുടെ ചീര ഏകദേശം വാടി വന്നിട്ടുണ്ട് അല്ലേ? ചീര പോകാൻ അത്രേ വേണ്ടു അല്ലേ? സമയം ഒരു 5 മിനിറ്റ് മതി അല്ലേ? അപ്പോൾ ഇതിലേക്ക് കുറച്ചിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് മൂടി വെക്കാം അല്ലേ? ഒന്നുകൂടി ഒന്ന് വേവ് കിട്ടും അല്ലേ? അടച്ചു വെച്ച. അപ്പോൾ ഇനി ചീര ഒന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇനി അരപ്പ് തയ്യാറാക്കാം അല്ലേ? അപ്പോൾ നമ്മുടെ അരപ്പ് തയ്യാറാക്കിയിട്ടില്ല, അത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചീര നല്ല വൃത്തി വെന്ത് വന്നിട്ടുണ്ട്. ആ തീ കുറച്ച് നല്ലോണം കരിയും. അതിൽ വെള്ളമുണ്ടത്രേ. ചീരയിൽ നിന്ന് ഇറങ്ങിയ വെള്ളമില്ലേ? ചീരയിൽ നിന്ന് ഇറങ്ങിയ വെള്ളം. ചീര വന്നില്ലേ? അപ്പോൾ ഇതിലേക്ക് നമ്മുടെ അരപ്പ് വെച്ച് കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ ചീര നമ്മുടെ അരപ്പുമായിട്ടൊന്ന് മിക്സ് ആവിട്ട് ഇനി നമ്മുടെ അരപ്പിൻ്റെ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ അരപ്പിൽ കിടന്നിട്ട് ഒന്നുകൂടി വേവട്ടെ. അരപ്പിൻ്റെ തേങ്ങ പച്ചമണലൊന്ന് മാറട്ടെ.
ചീതം കഴിയുന്നുണ്ടാ? ചീതുണ്ടാ? അപ്പോൾ ചട്ടി നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അരപ്പെല്ലാം നല്ല കുറച്ച് വെന്തിട്ടുണ്ട് അല്ലേ? ചീരി അരപ്പെല്ലാം നല്ല കുറച്ച് വെന്തു. ഇനി ഇതിലേക്ക് നമ്മുടെ എന്താ മോര്, നല്ല ഫ്രഷ് മോരാണ്. മാതമംഗലം മിൽക്ക് അടുത്തല്ലേ, അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കേ. നെല്ലും വേണ്ട, നാടൻ മോരാണ്. മതി മതി. എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കാം. ഇത് അധികം ചാറ് കണക്കിന് വേണ്ട, കുറച്ച് കുറുകിയിട്ട് അല്ലേ? നാടൻ മോര്. അപ്പോൾ ഇതിൻ്റെ ഉപ്പെല്ലാം ഒന്ന് നോക്കാം. ഇത് മോര് ഒഴിച്ചപ്പോൾ അധികം ഒന്നും ഇതാവണ്ട അല്ലേ? അധികം തിളയ്ക്കാനും വേണ്ട, ചെറിയ ചൂടിലൊന്നും ഇതായിട്ട്. ഉപ്പുണ്ട് നോക്കറാ? മോര് ഒഴിച്ചല്ലേ, അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് വേണ്ടി വരും അധികം. ഉണ്ടാ? കുറവാ, എന്നാൽ കുറച്ചും കൂടി ഉപ്പിടേ. ഓക്കെ, അങ്ങനെ നമ്മുടെ പച്ചച്ചീരക്കറി റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ഇന്നത്തെ അത്താഴം കഴിക്കലായി. അപ്പോൾ ചോറ് മീൻ മുളകിട്ടതാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ ചീരക്കറി. അതുകൊണ്ട് നമ്മുടെ ചോറിൽ കുറച്ച് കോരിയാക്കാം. എന്നാക്കിക്കോ, കുറച്ച് മതി. മതി. ആദ്യം നമ്മുടെ ചീരക്കറി നോക്കട്ടെ. ചീര നമ്മളെ ചോറിൽ നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഒരു പൊടി ഇങ്ങനെ. സംഭവം സൂപ്പർ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അടക്ക് ഇതാ നമ്മൾ അതിലൊരു ചെറിയ കഷ്ണം. കറിയൊന്നും പറയാനുള്ള സൂപ്പർ. ഒരു പപ്പടം കൂടെ വേണം ഇതിങ്ങനെ പൊടിക്കാൻ. അപ്പോൾ ചീര ഇല്ലവർ ഒന്ന് ഇതുവരെ ഉണ്ടാക്കി നോക്കിക്കോ. സംഭവം നല്ല ടേസ്റ്റാണ്, വെറുതെ പറയുന്നതല്ല, നല്ലതാണ്. എന്നപ്പോൾ ഇത് ആസ്വദിച്ച് കഴിക്കട്ടെ. ഓക്കെ.